തുടങ്ങാം തുടങ്ങാം. സ്ഥാപകായ ച ധർമ്മസ്യ സർവധർമ്മസ്വരൂപിണേ അവതാരവരിഷ്ഠായ രാമകൃഷ്ണായ തേ നമഃ. ലജ്ജാപടാവൃതേ നിത്യം ശാരദേ ജ്ഞാനദായികേ പാപേഭ്യോ ന സദാ രക്ഷ കൃപാമയി നമോസ്തുതേ. നമഃ ശ്രീയതിരാജായ വിവേകാനന്ദസൂരയേ സച്ചിത് സുഖസ്വരൂപായ സ്വാമിനേ താപഹാരിണേ. ശ്രീരാമകൃഷ്ണ വചനാമൃതം വോള്യം 1 ഭാഗം 17 അധ്യായം 9. അവധിക്കാല സാധനാ ജീവിതം. മാസ്റ്റർ മഹാശയൻ്റെ അവധിക്കാല സാധനാ ജീവിതം 11ാം ദിവസം. ഇന്നത്തെ ദിവസത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. അത് ക്രിസ്മസിൻ്റെ അവധി തുടങ്ങുന്ന ദിവസമാണ്. ക്രിസ്മസ് അവധി ഇന്ന് മുതൽ ആരംഭിക്കുകയാണ് അവിടെ അന്നത്തെ കാലത്ത്. അപ്പോൾ അത് വരുന്നത് ഡിസംബർ 24 തിങ്കളാഴ്ച. 1883 ഡിസംബർ 24 തിങ്കളാഴ്ച ക്രിസ്മസ് അവധി. നാളെ ക്രിസ്മസ് ആണ്. അപ്പം അതിൻ്റെ തലേന്ന് ക്രിസ്മസ് ഈവിന് ഉള്ള ഒരു ദിവസമാണ് ഇന്നത്തെ മാസ്റ്റർ മഹാശയനും ഭഗവാനും തമ്മിലുള്ള ആ സംഭാഷണങ്ങളെല്ലാം നടക്കുന്നത്. ഇവിടെ ഇന്നത്തെ ദിവസം, ഈ 11ാം ദിവസം ഇതുവരെ പഠിപ്പിച്ചതിൽ നിന്ന് കുറെ കൂടെ ഓരോ ദിവസവും ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇങ്ങനെ മാസ്റ്റർ മഹാശയനെ ഭഗവാൻ ഉയർത്തിക്കൊണ്ടുവരികയാണ്. ഓരോ ദിവസവും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഉയർത്തിക്കൊണ്ടുവരികയാണ്. അപ്പം ഇന്ന് ഈ വചനാമൃതം തുടങ്ങിയ സമയത്തുണ്ടായിരുന്ന ഒരു സംഭാഷണത്തിൻ്റെ കൺക്ലൂഷനാണ് ഇന്ന് വരുന്നത്. അതായത് നിരാകാരവും സാകാരവും എന്നുള്ള രണ്ട് കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ഒരു ചർച്ചയായിരുന്നു വചനാമൃതത്തിൻ്റെ തുടക്കത്തിൽ നമ്മൾ കണ്ടത്. ഈ വചനാമൃത രചനയുടെ ആദ്യ സമയം, അത് മാസ്റ്റർ മഹാശയൻ ആദ്യമായി ഭഗവാന്റെ അടുത്ത് വരുമ്പോൾ ഉണ്ടായ ചർച്ചയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം നിരാകാരം സാകാരം എന്ന് പറയുന്ന രണ്ടവസ്ഥകളാണ്. അതിൽ സാകാര അവസ്ഥയെക്കുറിച്ച് മാസ്റ്റർ മഹാശയന് വലിയ അഭിപ്രായമൊന്നുമില്ല, അല്ലെങ്കിൽ അതിലല്ല താല്പര്യം. നിരാകാര അവസ്ഥയിലാണ് ഇഷ്ടം. കാരണം ബ്രഹ്മസമാജത്തിൻ്റെ ആ ഒരു പ്രാക്ടീസ് കൊണ്ട്, ബ്രഹ്മസമാജത്തിൽ നിന്ന് കിട്ടിയ ചില പ്രാക്ടീസുകളുടെ അടിസ്ഥാനത്തിലാണ് നിരാകാരവാദം മാസ്റ്റർ മഹാശയൻ്റെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞു പോയത്. ഇവിടെ ആ നിരാകാരം സാകാരം എന്ന് പറയുന്നതിനെ കുറെ കൂടി ഭഗവാൻ വളരെ വ്യക്തമായി മാസ്റ്റർ മഹാശയൻ അതിൻ്റെ ബോധ്യം വരുത്തി കൊടുക്കുക. അതായത് നിരാകാരവും ശരിയാണ് സാകാരവും ശരിയാണ് എന്ന് അന്ന് ഇതിൻ്റെ തുടക്കത്തിൽ ഭഗവാൻ പറഞ്ഞപ്പോൾ അതിൻ്റെ മറ്റ് ഡിസ്ക്രിപ്ഷൻസ് ഒന്നും ഭഗവാൻ പിന്നീട് പറഞ്ഞില്ല. അതെങ്ങനെയാണ് രണ്ടും ഒന്നാകുന്നതെന്നൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. പക്ഷെ ഇന്ന് ഭഗവാൻ അത് പൂർണ്ണമായും മാസ്റ്റർ മഹാശയന് പറഞ്ഞു കൊടുക്കുക. അതെങ്ങനെയാണ്? അതിന് ഭഗവാൻ ചില ഉദാഹരണങ്ങൾ മാസ്റ്റർ മഹാശയൻ്റെ മുന്നിൽ അവതരിപ്പിക്കുക. അതായത് എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ജലം, സർവത്ര ജലം. ഈ പ്രപഞ്ചത്തിൽ എവിടെ നോക്കിയാലും ജലം മാത്രം. അങ്ങനെ ഒരു അവസ്ഥയെക്കുറിച്ച് ആലോചിച്ച് നോക്കുക. സർവവും ജലം, ഇങ്ങനെ ജലപ്പരപ്പാണ്. എല്ലായിടത്തും ജലം നിറഞ്ഞിരിക്കുന്നു, കാണുന്നിടത്തൊക്കെ ജലം നിറഞ്ഞിരിക്കുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ ആ ജലം നിറഞ്ഞിരിക്കുന്ന ആ അവസ്ഥയിൽ അത്
എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ആ ജലം എന്നുള്ള അവസ്ഥയിൽ ഇരുന്നു കൊണ്ട് ഇടയ്ക്ക് ആ ജലത്തിൽ ശക്തിയായ തിരകൾ ഉയർന്നു വരുന്നത് കാണുന്നു. അപ്പോൾ എങ്ങും നിറഞ്ഞു നിൽക്കുന്നത് ജലമല്ലാതെ മറ്റൊന്നും കാണാനില്ല. പക്ഷെ ആ ജലത്തിനുള്ളിൽ ചിലപ്പോൾ ആ ജലം എന്ന് പറയുന്നത് നിശ്ചലാവസ്ഥയിലായിരിക്കാം, ഒരനക്കവുമില്ല. അപ്പോൾ നിശ്ചലമായി നിൽക്കുന്ന ആ ജലം എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നു, അതിന് ഒരു മാറ്റവുമില്ല, മറ്റൊന്നും കാഴ്ചയിലില്ല. കാണുന്നിടത്തൊക്കെ ഒരേ രൂപഘടന തന്നെയാണ്, എല്ലാം ഒന്ന് തന്നെ, മറ്റൊന്നും കാണാനേ ഇല്ല. ഈ പ്രപഞ്ചത്തിൽ മറ്റൊന്നും കാണാനില്ല, ജലം മാത്രം കാണുന്നൊരവസ്ഥ. അങ്ങനെ ഇരിക്കുമ്പോൾ ആ ജലത്തിലൂടെ ഒരു തിര ഉയർന്നു പൊങ്ങുന്നു എന്ന് വിചാരിക്കുക. ആ തിരയാണ് സാകാരം. അപ്പം നിരാകാരം എന്ന് വിചാരിക്കുന്നത് എങ്ങും നിറഞ്ഞു നിൽക്കുന്നതിനെയാണ് നിരാകാരം. അതിനകത്ത് പ്രകടമാകുന്ന ചില തിരകൾ മാത്രമാണ് സാകാരം. ഭഗവാൻ മാസ്റ്റർ മഹാശയന് പറഞ്ഞു കൊടുക്കുന്ന ഒരു ഉദാഹരണമാണ്. അതേപോലെ നമ്മളിപ്പോൾ വിചാരിക്കുകയാണെങ്കിൽ നമുക്ക് ഏതൊരു രൂപഘടനയിലും വിചാരിക്കാം. നമുക്ക് എങ്ങനെ വേണേൽ ചിന്തിക്കാം, നമുക്കിഷ്ടമുള്ള തരത്തിൽ ചിന്തിക്കാം. നമ്മുടെ മനസ്സിൽ നമുക്കിഷ്ടമുള്ള, നമ്മുടെ ബുദ്ധിക്ക് അനുസരണമായ ഏത് തരത്തിൽ ഏത് രൂപഘടനയിലും ചിന്തിക്കാം. അതിന് ഇന്ന രൂപം വേണമെന്നോ ഇന്ന രൂപത്തിൽ മാത്രമാണെന്നോ എന്ന് നിഷ്കർഷയൊന്നും വേണ്ട. ഏത് രൂപത്തിലും, നമുക്ക് ഇഷ്ടമുള്ള ഏത് രൂപത്തിലും ചിന്തിക്കാം. എന്നാൽ എവിടെ എത്തുമ്പോഴാണ് ഈ രൂപമൊന്നും പ്രസക്തമല്ലാതാകുന്നത്, ഇല്ലാതാകുന്നത്, അവിടെയാണ് ബ്രഹ്മം പ്രത്യക്ഷമാകുന്നത്. അപ്പോൾ ഏത് രൂപഘടനയെയും ചിന്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്തോറും എപ്പോഴാണോ ഈ രൂപഘടനകളെല്ലാം ഇല്ലാതാകുന്നത്, ആ ഇല്ലാതാകുന്ന പോയിന്റാണ് ബ്രഹ്മം. ഇവിടെ ആ ഇല്ലാതാകുന്ന പോയിന്റ് ബ്രഹ്മം എന്ന് പറയുന്ന നിരാകാരവും ചിന്തിച്ചു കൂട്ടിയ എല്ലാ സ്വരൂപങ്ങളും സാകാരവുമാണ്. ഭഗവാൻ അതിന് ചെറിയൊരു ഉദാഹരണം പറഞ്ഞത് കർപ്പൂരം കത്തുന്നതിനാണ്. ഒരു കർപ്പൂരം സാകാര രൂപമാണ്. ആ കർപ്പൂരം കത്തിച്ച് കഴിഞ്ഞാൽ, അത് സമ്പൂർണമായി കത്തിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ എന്താണ് കത്തിച്ചതെന്ന് പോലും കാണാൻ പറ്റില്ല, ഒന്നും അവശേഷിക്കില്ല. അതായത് ഒരു പൊടി പോലും അവശേഷിക്കില്ല, ഒന്നും കാണാൻ പറ്റില്ല. എന്താണോ ആ കർപ്പൂരം മുമ്പ് ഇരുന്ന സ്ഥലം അല്ലാതെ കർപ്പൂരത്തിൻ്റെ ഒരംശം പോലും പിന്നെ കാണാൻ പറ്റില്ല. അങ്ങനെയാണ് ബ്രഹ്മത്തോട് ഭഗവാൻ പറഞ്ഞത്. അതേപോലെ ഉപ്പുപാവയുടെ ആ ഉദാഹരണവും ഭഗവാൻ ഈ വചനാമൃതത്തിൽ പല ഭാഗത്തും അത് ആവർത്തിച്ച് പറഞ്ഞ ഭഗവാന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഉദാഹരണമാണ് ഈ കാര്യത്തിൽ. അതായത് ഉപ്പുപാവ കടലിൻ്റെ ആഴമളക്കാൻ പോകുന്നത്. അത് കടലിൻ്റെ ആഴമളക്കാൻ പോയി കഴിയുമ്പോൾ പിന്നെ അതങ്ങ് ഇല്ലാതാകുകയാണ്, പിന്നെ ആ ഉപ്പുപാവയേ ഇല്ല. അതാണ് ബ്രഹ്മത്തിലേക്ക് ബ്രഹ്മം അറിയാനായി മുന്നോട്ട് പോകുന്തോറും പിന്നെ ഇല്ലാതാവുകയാണ്. ആരാണോ പോകുന്നത് ആ ആൾ പോലും ഇല്ലാതാകുന്നു. രണ്ടും ഒരേപോലെ ലയിച്ചു ചേരുന്നു, ബ്രഹ്മത്തിൽ ലയിച്ചു ചേരുന്നു. അപ്പം ഇങ്ങനെ മാസ്റ്റർ മഹാശയനെ സാകാരം നിരാകാരം എന്ന് പറയുന്നത് രണ്ടല്ല, രണ്ടും ഒന്ന് തന്നെ എന്ന് മാസ്റ്റർ മഹാശയൻ ഇവിടെ ബോധ്യപ്പെടുത്തി കൊടുക്കുക. എന്നിട്ട് ഒന്നുകൂടെ അത് വിശദീകരിച്ചു കൊടുക്കുന്നുണ്ട്, ഒരു പടി കൂടെ കയറി വിശദീകരിക്കുന്നുണ്ട്. നിത്യവും ലീലയും പോലെ. അപ്പം നിത്യവും സത്യമാണ്, ലീലയും സത്യം. നിത്യം എന്ന് പറയുന്നത് ആ പരബ്രഹ്മസ്വരൂപം തന്നെയാണ്, അതാണ് നിത്യം. അപ്പം നിത്യവും സത്യമാണ്, നിത്യത്തിൻ്റെ ലീലയും സത്യമാണ്. ആ പരബ്രഹ്മസ്വരൂപത്തിൻ്റെ പ്രകടിത രൂപവും സത്യമാണ്. പക്ഷെ പ്രകടിത രൂപം ലീല മാത്രമാണെന്ന് അത് ഒരു പർട്ടിക്കുലർ സന്ദർഭത്തിലേക്ക് വേണ്ടി മാത്രം കൈക്കൊള്ളുന്ന ഒരു രൂപഘടന മാത്രമാണ്. പക്ഷെ നിത്യം എന്ന് പറയുന്നത് സർവദാ അത് നിലനിൽക്കുന്ന ഒന്നാണ്.
അതിന് നാശമില്ല, അതിന് തുടക്കവും ഒടുക്കവും ഇല്ല എന്ന് നമ്മൾ ഈ പറയുന്ന പോലെ. അപ്പോൾ നിത്യം തന്നെയാണ് പലതരത്തിൽ, ഈ നിത്യമാണ് പലതരത്തിൽ ലീലയെടുക്കുന്നത്, ലീലയാടുന്നത്. നിത്യം പലതരത്തിൽ ലീലയാടുന്നു. ആ പലതരത്തിൽ ലീലയാടുന്നതാണ് നമുക്ക് ബോധ്യപ്പെടുന്നത്. അല്ല, നിത്യത്തെ നമ്മൾക്ക് നേരിട്ട് ദർശിക്കാനാവില്ല. അത് നിരാകാരമാണ്. നിരാകാരം സാകാരമാകുന്നതാണ് ലീല. നിത്യത്തിൻ്റെ സാകാര രൂപത്തിൽ ഉള്ള പ്രത്യക്ഷമാണ് ലീലകൾ. അത് പലതരത്തിലുണ്ടെന്ന് ശ്രീരാമകൃഷ്ണദേവൻ മാസ്റ്റർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ആ ലീല തന്നെ പലതരത്തിലുണ്ട്. ഒന്ന് ഈശ്വരലീല, 2 ദേവലീല, 3 നരലീല, 4 ജഗത് ലീല. ഇങ്ങനെ 4 തരത്തിൽ ആ ലീലയെ ഭഗവാൻ ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്. ഇപ്പം ഈശ്വരലീല എന്ന് പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഉദാഹരണമായിട്ട് ചിന്തിക്കാവുന്നത് ശിവനും വിഷ്ണുവും തമ്മിൽ ആ മോഹിനി രൂപം, അയ്യപ്പൻ്റെ ജനനത്തിന് വേണ്ടി കൈക്കൊണ്ട ആ മോഹിനി രൂപം, ഇത് ഈശ്വരലീലയാണത്. അവിടെ ഈശ്വരീയമായ ഭാവത്തിൽ മാത്രം ഇരുന്നു കൊണ്ടുള്ള ഒരു ലീലയാണ് ആ മോഹിനി രൂപം. അതേപോലെ ദേവലീലയിൽ പറയുമ്പോൾ ഉദാഹരണത്തിന് അമൃത് കടയുന്നതിന് വേണ്ടി മോഹിനി രൂപം സ്വീകരിച്ചുകൊണ്ട് വരും. അവിടെ വിഷ്ണു ദേവലീലയാടുകയാണ് ചെയ്യുന്നത്. അസുരന്മാർക്കും ദേവന്മാർക്കും വേണ്ടിയിട്ട്, ദേവന്മാരുടെ ആ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് അമൃത് കടയാനായിട്ട് വരുന്ന ആ ഒരു ഘട്ടം. അപ്പോൾ അത് ദേവലീലയുടെ ഭാഗമാണ്. ജഗത് ലീല എന്ന് പറയുന്നത് പ്രളയം പോലുള്ള സാഹചര്യം. ആ പ്രളയ ജലത്തിൽ അവസാനം എല്ലാം ആ പ്രളയത്തിൽപ്പെട്ട് സർവവും ആ പ്രളയത്തിൽ വരിക, അതിൽ ആ പ്രളയം എല്ലാം കൊണ്ടുപോകുന്ന അവസ്ഥ, എല്ലാം മായ്ക്കുന്നു, പിന്നീട് പുനഃസൃഷ്ടിക്കപ്പെടുന്നു. ഇതാണ് ജഗത് ലീല. എന്നാൽ നമുക്കെല്ലാവർക്കും ഏറ്റവും കൂടുതൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, മനുഷ്യന് ഏറ്റവും കൂടുതൽ മനസ്സിലാകുന്നത് അല്ലെങ്കിൽ മനുഷ്യന് സ്വീകരിക്കാൻ കഴിയുന്നത്, മനുഷ്യ തലത്തിൽ നിന്നുകൊണ്ട് ചിന്തിക്കാൻ കഴിയുന്നതാണ് നരലീല. അപ്പോൾ ഈ നരലീലയാണ് യഥാർത്ഥത്തിൽ നരലീല എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രത്യേകത. ഇപ്പം ദേവലീല പോലെയോ ഈശ്വരലീല പോലെയോ അല്ലെങ്കിൽ ജഗത് ലീല പോലെയോ നമ്മെ ഒരുപക്ഷെ അത്ഭുതപരന്തരാക്കുന്നില്ല ഈ സംഭവം. കാരണം ഇത് നമ്മൾ നോക്കുമ്പോൾ നരലീല എന്ന് പറയുമ്പോൾ അത് മനുഷ്യരെ പോലെ തന്നെ സംഭവിക്കുന്ന ഒന്നാണ്. അതായത് ഭഗവാൻ ഇവിടെ അതിനൊരു രസകരമായ ഉദാഹരണം പറയുന്നത്, എന്താണ് ഈ നരലീല എന്നുള്ളത് പറയുന്നുണ്ട്. ഇപ്പോൾ വലിയ മഴ പെയ്യുന്നു, അത് ഈ ഭൂമിയിൽ മുഴുവൻ, ആകാശത്തുനിന്ന് ഈ സ്ഥലങ്ങളിൽ മുഴുവൻ എല്ലായിടത്തും ഒരേപോലെ ശക്തമായ മഴ പെയ്യുന്നു എന്ന് വിചാരിക്കുക. ഈ മഴവെള്ളം മട്ടുപ്പാവിൽ വീണ് കഴിയുമ്പോൾ മട്ടുപ്പാവിലേക്ക് മഴവെള്ളം വരുന്നത് എവിടെ എന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാവണമെന്നില്ല. കാര്യം അത് ആകാശത്ത് നിന്ന് ഇങ്ങനെ പൊഴിഞ്ഞുകൊണ്ടേയിരിക്കുക. അതിൻ്റെ സോഴ്സ് എന്താണെന്നൊന്നും നമുക്ക് ആകാശത്ത് നോക്കിയാൽ ഒന്നും മനസ്സിലാവും. അതിങ്ങനെ മഴ പെയ്തുകൊണ്ടേയിരിക്കുന്നു. ആകാശത്തേക്ക് നോക്കിയാൽ നമുക്കൊരു സോഴ്സും പിടികിട്ടില്ല. ശാസ്ത്രീയമായി നമ്മൾ പറയും മേഘങ്ങൾ തണുത്ത് അവിടുന്ന് ഒക്കെ ശരിയാണ്. പക്ഷെ നമ്മുടെ കണ്ണുകൊണ്ട് നമ്മൾ മേലോട്ട് നോക്കിയാൽ ഈ മഴയെ നമ്മൾ എവിടുന്നാണ് ഈ മഴ വരുന്നതെന്ന് കാണാനേ പറ്റുന്നില്ല. അത് മട്ടുപ്പാവിൽ വീണ് കഴിയുമ്പോൾ മട്ടുപ്പാവിൽ നിന്ന് ഘടിപ്പിച്ചിട്ടുള്ള കുഴൽ, മട്ടുപ്പാവിൽ നമ്മളിപ്പോൾ സാധാരണ ടെറസിൻ്റെ മുകളിൽ കുഴൽ ഘടിപ്പിക്കും. അപ്പോൾ ഈ മട്ടുപ്പാവിൽ നിന്ന്
കുഴൽ അല്ലെങ്കിൽ ഓടിൻ്റെതാണെങ്കിൽ ഓടിൻ്റെ വക്കത്ത് നമ്മളൊരു പാത്തി പിടിപ്പിക്കുന്ന പോലെ. അപ്പം പാത്തിയിലൂടെയോ അല്ലെങ്കിൽ കുഴലിലൂടെയോ ഈ എവിടെ നിന്നോ വരുന്ന ഈ വെള്ളം എവിടെ നിന്നാണെന്നറിയില്ല, അതേതോ അനന്തമായൊരു മേഖലയിൽ നിന്ന് വരുന്ന ഒരു വെള്ളം, ആ വെള്ളം കുഴൽ വഴി നമ്മുടെ മുറ്റത്തേക്ക് ഇങ്ങനെ കുതിച്ചു ചാടുന്നത് നമുക്ക് കാണാം. അപ്പം കുഴൽ വഴി വരുമ്പോൾ ഈ അവതാരം എന്ന് പറയുന്നത് ഈ കുഴലാണ്. ഈ പ്രപഞ്ചം മുഴുവൻ എവിടെ നിന്നോ, പ്രപഞ്ചത്തിൽ എവിടെ നിന്നോ വരുന്ന ആ മഴയെന്ന് പറയുന്ന പ്രതിഭാസത്തെ നമുക്ക് അനുഭവേദ്യമാക്കി തരുന്നത്, അതിനെ നമ്മൾ കാണുന്നത്, നേരെ നമ്മൾ അതിൻ്റെ ആ ശക്തിയും അതിൻ്റെ ഭംഗിയും നമ്മൾ കാണുമ്പോൾ, അല്ലെങ്കിൽ അതിനെ കാണപ്പെടുന്നത് ഈ കുഴലിലൂടെ വീഴുമ്പോഴാണ്. കുഴലാണ് ഇവിടെ അവതാരത്തിൻ്റെ റോൾ ചെയ്യുന്നത്. അങ്ങനെയാണ് നമ്മൾ ആ മഴവെള്ളത്തെ ഭൂമിയിലെത്തുന്നതിന് മുമ്പ് കാണുന്നത്. അപ്പം കുഴലാണ് അവതാരമായി പറയുന്നത്. അതായത് പരബ്രഹ്മ സ്വരൂപത്തിൻ്റെ ഒരു ഉപാധിയാണ് അവതാരം. പരബ്രഹ്മ സ്വരൂപത്തെ നമുക്ക് മനസ്സിലാക്കാനേ പറ്റില്ല. അതെങ്ങും നേരത്തെ പറഞ്ഞ പോലെയാണ്, എങ്ങും നിറഞ്ഞു നിൽക്കുന്ന, പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നതാണ് പരബ്രഹ്മ സ്വരൂപം. ആ പരബ്രഹ്മ സ്വരൂപത്തിൽ, അതാണ് വെള്ളത്തിൻ്റെ ഉദാഹരണം ഭഗവാൻ നേരത്തെ പറഞ്ഞത്, എങ്ങും നിറഞ്ഞു നിൽക്കുന്ന വെള്ളം. അപ്പോൾ അതിനെ വേർതിരിച്ച് കാണാൻ പറ്റുന്നില്ല, അതങ്ങ് നിറഞ്ഞു നിൽക്കുകയാണ് എങ്ങും. അതിൽ ഒരു തിര ഉയരുമ്പോഴാണ് നമ്മൾ ആ തിരയെ ദർശിക്കുന്നത്. ആ തിരയാണ് അവതാരം എന്ന് നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ഈ പരബ്രഹ്മ സ്വരൂപത്തിൻ്റെ പ്രകടിതമായ ഒരു ഉപാധിയാണ് അവതാരം. അപ്പോൾ ഭൂമിയിൽ അവതാരങ്ങൾ വരുമ്പോൾ അത് മനുഷ്യരൂപം സ്വീകരിക്കുന്നതിന് കാരണം അത് മനുഷ്യന് മനസ്സിലാകാനുള്ള ഒരു ഉപാധി എന്നുള്ള നിലയിലാണ്. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും ഈ യുക്തിവാദികൾ തർക്കിക്കുന്ന പോലെ ഗോഡ്മാൻ എന്നൊക്കെ പറഞ്ഞ് തർക്കിക്കും. ഗോഡ്മാന് അത് മാത്രമാണ് ഉപാധി, മറ്റൊരു മാർഗവുമില്ല. മനുഷ്യന് മനുഷ്യരൂപത്തിലല്ലാതെ മറ്റൊരു ഉപാധിയെ സ്വീകരിക്കാൻ പറ്റില്ല. അപ്പം മനുഷ്യന് വേണ്ടിയാണ് മനുഷ്യരൂപത്തിൻ്റെ ഉപാധി സ്വീകരിക്കുന്നത്. അതാണ് നരലീല ആയി മാറുന്നത്. അങ്ങനെ നരലീലയിൽ വരുന്ന ഏതൊരവതാരവും മനുഷ്യരുടെ എല്ലാ പ്രശ്നങ്ങളും ഈ നരലീലയിൽ അവതാരങ്ങൾക്കും ബാധകമാണ്. അതുകൊണ്ട് നരലീലയിൽ ഒരവതാരം വരുമ്പോൾ മനുഷ്യർക്കത് മനസ്സിലാവില്ല. ഇപ്പം ശ്രീരാമകൃഷ്ണദേവൻ മാസ്റ്ററോട് പറയുന്നത്, ഇപ്പം ഞാൻ ഒരവതാരമാണ് എന്ന് നിനക്ക് ബോധ്യപ്പെടണമെന്നില്ല, അല്ലെങ്കിൽ ഇവിടെ വരുന്ന ആർക്കും ബോധ്യപ്പെടണമെന്നില്ല. അത് ദക്ഷിണേശ്വരത്തെ ഒരു പൂജാരി, സാധാരണ പൂജാരി, എല്ലാ മനുഷ്യരെയും പോലെ ഒരാൾ, വലിയ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ ആ നരലീലയിൽ അവതാരത്തെ തിരിച്ചറിയാനേ പറ്റില്ല. അതേ വിശപ്പ്, അതേ ദാഹം. അപ്പം ആളുകൾ എപ്പോഴും അവതാരത്തെ അളന്നു നോക്കുന്നത് എങ്ങനെയാണ്? എൻ്റെ വിശപ്പ് പോലെയാണ് അവതാരത്തിനും വിശപ്പ്. അപ്പം അങ്ങനെ ഒരു അവതാരമുണ്ട്. അവതാരത്തിന് വിശക്കുമോ? എൻ്റെ ദാഹം പോലെയാണ് അവതാരത്തിനും ദാഹം. എനിക്ക് രോഗം ബാധിക്കുന്ന പോലെയാണ് അവതാരത്തിനും രോഗം ബാധിക്കുന്നത്. ഏറ്റവും കൂടുതൽ തർക്ക വിഷയമായിട്ട് കൊണ്ടുവരുന്നത് ഈ ഒരു പാർട്ടിലാണ്. അവതാരത്തിന് രോഗം വരൂ. ശ്രീരാമകൃഷ്ണദേവൻ രോഗാവസ്ഥയിലേക്കാണ് മാറിയത്. അപ്പോൾ ആ അവതാരത്തിന് രോഗം വരൂ. അവതാരം കരയുമോ? ശോകഭാവമുണ്ടോ? അവതാരത്തിന് ശോകഭാവമുണ്ടോ? ചിലപ്പോഴൊക്കെ അവതാരങ്ങൾക്ക് ഭയവും ഉണ്ടെന്നാണ് പറയുന്നത്. അവതാരങ്ങൾ ഭയപ്പെടുന്നുമുണ്ട്. അപ്പം ഈ ഭയം, ശോകം, അല്ലെങ്കിൽ രോഗം, വിശപ്പ്, ദാഹം, ഇതെല്ലാം മനുഷ്യ സഹജമായ എല്ലാം തന്നെ അവതാരങ്ങൾക്കും ഉള്ളപ്പോൾ മനുഷ്യനൊരു അവിശ്വാസം ഉണ്ടാകും, ഇതെങ്ങനെ അവതാരമാകും എന്ന്. രാമൻ്റെ കാര്യം തന്നെയാണ് ഭഗവാൻ, രാമൻ്റെ ഉദാഹരണമാണ് കൂടുതലും. കാര്യം ശ്രീരാമനാണ് യഥാർത്ഥത്തിൽ അവതാരത്തിൽ ഒരു മനുഷ്യ സഹജമായ എല്ലാ സ്വഭാവ പ്രത്യേകതകളോടും കൂടി അവതരിച്ചത് ശ്രീരാമനാണ്.
അതുകൊണ്ടാണ് ശ്രീരാമൻ്റെ ഉദാഹരണം എപ്പോഴും പറയുന്നത്. സീതയെ നഷ്ടപ്പെട്ട ശ്രീരാമൻ കരഞ്ഞുകൊണ്ടാണ് നടന്നത് കാട്ടിലൂടെ. സീതാന്വേഷണത്തിനിടയിൽ കരഞ്ഞുകൊണ്ടാണ് സീതാന്വേഷണം നടത്തിയത്. അവതാരം കരയൂ, അല്ലെങ്കിൽ അവതാരത്തിന് അറിഞ്ഞൂടെ ഇതെവിടെയെന്ന് ഒക്കെ ആയിരിക്കും ചോദ്യങ്ങൾ ഉണ്ടാകുന്നത്. പക്ഷേ ഏതൊരു മനുഷ്യനെ പോലെയും അവതാരത്തിനും ആ വേർപിരിയുന്നതിൻ്റെ ദുഃഖമുണ്ട്, സങ്കടമുണ്ട്, അതുകൊണ്ട് കരയും. അപ്പോൾ ഇതിന് ഭഗവാൻ പറഞ്ഞു, പണ്ട് കാമാർപുക്കൂറിൽ വെച്ചിട്ട് ഒരു നാടകം കളിക്കുകയായിരുന്നു. അപ്പോൾ നാടകത്തിൽ ഒരു സന്യാസിയുടെ വേഷം ഉണ്ടായിരുന്നു. അപ്പോൾ സന്യാസി ആ വേഷം ധരിച്ച് ഒരാൾ സന്യാസി വേഷം ധരിച്ച് അഭിനയിക്കുകയാണ്. അപ്പോൾ ഈ സന്യാസിയുടെ അഭിനയത്തിൻ്റെ ആ പ്രത്യേകതയും ആ പരിപൂർണതയും കണ്ട് കാണികൾക്ക് വലിയ സന്തോഷം തോന്നിയിട്ട് കാണികൾ വിചാരിച്ചു ഈ സന്യാസിക്കൊരു നോട്ടുമാല അണിയണം. അപ്പോൾ അത് ഈ തമിഴ്നാട്ടിലൊക്കെ നാടകങ്ങളിൽ അത് വളരെ കാണാൻ പറ്റും. ബംഗാളിലും ഇത്തരം സന്ദർഭമുണ്ട്. കേരളത്തിൽ അങ്ങനെയുള്ളൊരു പ്രശ്നം വളരെ കുറവാണ്, അങ്ങനെ ഇല്ല. പക്ഷെ തമിഴ്നാട്ടിലോ ഈ ബംഗാളിലോ ഒക്കെ അത് വളരെ കൂടുതലാണ്. അതായത് നാടകം നടന്നുകൊണ്ടിരിക്കെ തന്നെ അഭിനേതാവിനെ പ്രേക്ഷകന് ഇഷ്ടപ്പെട്ടാൽ, ആ കാണികൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഉടൻ തന്നെ അവർ നോട്ടുമാല അണിയും. ആ നടന് സ്റ്റേജിൽ, ആ അഭിനയത്തിൻ്റെ ഇടയിൽ ആ സ്റ്റേജിലേക്ക് ചെന്ന് കയറി നോട്ടുമാല അണിയും. അത് അവിടുത്തെ ഒരു രീതിയാണ്. അപ്പോൾ ഇവിടെ ഈ സന്യാസിയുടെ അഭിനയം കണ്ട് സന്തോഷിച്ചവർ ആ നോട്ടുമാല അണിയാനായിട്ട് ചെന്നപ്പോൾ സന്യാസി പറഞ്ഞു, അരുത്, നോട്ടുമാല ഞാൻ സ്വീകരിക്കില്ല, അതുകൊണ്ട് നോട്ടുമാല ഇടരുത്, സ്വീകരിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആളുകളൊക്കെ തിരിച്ചു പോയി. അത് കഴിഞ്ഞ് നാടകം തീർന്നതിന് ശേഷം ഇയാൾ അണിയറയിൽ പോയി വേഷമെല്ലാം അഴിച്ചു വെച്ച് ഇയാൾ പഴയ പോലെ ആ നടനായി, ആ നടൻ്റെ ഇതൊക്കെ നടൻ സാധാരണ മനുഷ്യനായി മാറിയപ്പോൾ ഇയാൾ ഈ സംഘാടകരുടെ അടുത്ത് എന്ന് ചോദിച്ചു, എൻ്റെ കഴുത്തിൽ ഇടാൻ വെച്ചിരുന്ന നോട്ടുമാല എവിടെ, അതിപ്പോൾ തരുമെന്ന് പറഞ്ഞു. അപ്പോൾ സംഘാടകർ പറഞ്ഞു, അത് വേണ്ടെന്നല്ലേ അങ്ങ് പറഞ്ഞത്, അതുകൊണ്ട് ഞങ്ങളത് മാറ്റി, അത് വേറെ ഉപയോഗിച്ചു എന്ന് പറഞ്ഞു. അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത്, ഞാൻ സന്യാസിയുടെ ഒരു വേഷമാണ് ഞാൻ അവിടെ നിൽക്കുമ്പോൾ ആ വേഷത്തിൽ നിൽക്കുന്ന സന്ദർഭത്തിൽ എനിക്കിത് സ്വീകരിക്കാൻ പറ്റില്ല, ഈ സമ്പത്തിൽ ഈ ധനത്തിലൊന്നും തൊടാൻ പറ്റില്ല. അതാണ് ആ വേഷമണിഞ്ഞപ്പോൾ അതിൻ്റെ പരിപൂർണതയിലെത്തിയ ഒരു നടൻ എന്നുള്ള നിലയിലാണ് ആ വേഷവുമായി താതാത്മ്യം പ്രാപിച്ചു പോയി. അങ്ങനെ പറയുമല്ലോ ചിലർ, ഏതൊരു വേഷമാണോ അണിയുന്നത് ആ വേഷം ആയി താതാത്മ്യം പ്രാപിക്കുക. ചിലപ്പോൾ ആ വേഷം അഭിനയിച്ച് കഴിഞ്ഞ് കുറേ നാളത്തേക്ക് അത് ശരീരത്തിൽ നിന്ന് ആ വേഷത്തിൻ്റെ ആ കഥാപാത്രം ഇറങ്ങിപ്പോകാതിരിക്കുന്ന അവസ്ഥയുണ്ടെന്നൊക്കെ ചില പ്രധാന നടന്മാരൊക്കെ ഇങ്ങനെ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇന്ന് പറഞ്ഞ പോലെ ഈ സന്യാസി പറഞ്ഞു, ആ വേഷം ഞാൻ സന്യാസി വേഷം, നടൻ പറഞ്ഞു, ഞാൻ ആ സന്യാസിയുടെ വേഷം ധരിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ആ സന്യാസി തന്നെ ആയി മാറുകയായിരുന്നു. അപ്പോൾ എനിക്കിത് തൊടാൻ പറ്റില്ല. പക്ഷേ ഇപ്പോൾ ഞാൻ ആ നടനാണ്, ഇപ്പോൾ എനിക്ക് പണം ആവശ്യമാണ്, ഇപ്പോൾ നിങ്ങളുടെ പ്രതിഫലം എനിക്ക് തരണം, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോത്സാഹനം ഉണ്ടെങ്കിൽ അതൊക്കെ എനിക്ക് തന്നാൽ എനിക്ക് സ്വീകരിക്കാം. കാര്യം എൻ്റെ കുടുംബത്തിലേക്ക് എനിക്ക് പണം ആവശ്യമുണ്ട്, പണത്തിന് വേണ്ടിയാണ് ഞാൻ ആ സന്യാസി വേഷം കിട്ടിയത്. പക്ഷേ സന്യാസി വേഷത്തിലല്ല, മറിച്ച് സ്വതന്ത്ര വേഷം അഴിച്ചു വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പണം സ്വീകരിക്കാൻ പറ്റും. അപ്പം ഇതാണ് ഈ ഘടനയാണ് അവതാരത്തിനുമുള്ളത്. അവതാരമായി അവതാരം മനുഷ്യനായി നിൽക്കുന്ന, ഇവിടെ അവതാരം മനുഷ്യനായിട്ട് അഭിനയിക്കുക അല്ലെങ്കിൽ ആ താതാത്മ്യം പ്രാപിക്കുകയാണ്. അപ്പോൾ മനുഷ്യൻ്റെ എല്ലാ സ്വഭാവ വിശേഷങ്ങളും വിഷമങ്ങളും ദുഃഖങ്ങളും പ്രശ്നങ്ങളുമെല്ലാം അവതാരത്തിനും ബാധകമാണ്. അപ്പോൾ മനുഷ്യൻ സാധാരണഗതിയിൽ വിചാരിക്കും, ഇതെന്ത് അവതാരം, ഞങ്ങൾക്കുള്ള എല്ലാ പ്രശ്നങ്ങളും ഉള്ള ആളാണെങ്കിൽ പിന്നെ ഇയാളെങ്ങനെ അവതാരമാകും. കാര്യം അവതാരം എന്ന് പറയുമ്പോൾ നമ്മളെല്ലാം ധരിക്കുന്നത് ഇങ്ങനെ വരം തരുന്ന, വിചാരിക്കുന്നതിന് മുമ്പ് തഥാസ്തു എന്ന് പറയുമ്പോഴേക്കും സംഭവിക്കണം, അതാണ് അവതാരം എന്ന് ചിന്തിക്കുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ ഇതാണ് ആ ഭഗവാൻ നരലീലയെക്കുറിച്ച് മാസ്റ്റർ മഹാശയന് വ്യക്തമായി പറഞ്ഞു കൊടുത്തു. ഇങ്ങനെ പറഞ്ഞു കൊടുക്കാൻ കാരണം മാസ്റ്റർ മഹാശയൻ ഇവിടെ വെച്ച് ഇത്രയും പറഞ്ഞ ശേഷമാണ്, ഇത്രയും ബാക്ക്ഗ്രൗണ്ട്, ഇത്രയും ഒരു ഫീഡ്ബാക്കൊക്കെ എടുത്തിട്ട് ഇത്രയും കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തത് ഒരു സത്യം പുറത്തു പറയാൻ വേണ്ടിയിട്ടാണ്. മാസ്റ്റർ മഹാശയനോട് ഒരു സത്യം പറയാം. കാരണം ഞാൻ അവതാരമാണ് എന്ന് പറയാൻ വേണ്ടിയാണ് ഇത്രയും ഒരു ആമുഖം ഉണ്ടായത്. അത് ഞാനൊരു അവതാരമാണ് എന്ന് മാസ്റ്റർ മഹാശയനോട് പറയാനുള്ള ഒരു അരങ്ങൊരുക്കിയതാണ് മുൻപ് ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും. മാസ്റ്റർ മഹാശയനോട് പറഞ്ഞു, ഞാൻ അവതാരമാണ്
അവതാര തത്വം മാസ്റ്റർ മഹാശയൻ്റെ മുന്നിൽ തുറന്ന് വെളിപ്പെടുത്തുകയാണ്. പക്ഷേ എന്നിട്ട് ഭഗവാൻ തന്നെ അതിന് ചില എന്തുകൊണ്ട് ഞാനൊരു അവതാരമാണ് എന്ന് ഉള്ള കാര്യം മാസ്റ്റർ മഹാശയന് പറഞ്ഞു കൊടുക്കുന്നത്, ഒന്ന്, ക്ഷുതിരാമന് ഉണ്ടായ സ്വപ്ന ദർശനത്തെക്കുറിച്ച് പറഞ്ഞു കൊടുത്തു. ശ്രീരാമകൃഷ്ണദേവൻ തൻ്റെ അച്ഛന് ഗയയിൽ വെച്ചുണ്ടായ ആ സ്വപ്ന ദർശനം സാക്ഷാൽ മഹാവിഷ്ണു തന്നെ മകനായി ജനിക്കും എന്നുള്ള സ്വപ്ന ദർശനം, ആ സ്വപ്നത്തെ ഇവിടെ പറഞ്ഞു കൊടുക്കുകയാണ്. ഇവിടെ ആ ഭാഗം വചനാമൃതത്തിൽ ആ ഭാഗം പറയുന്നുണ്ട്. എൻ്റെ അച്ഛൻ ഒരിക്കൽ ഗയയിൽ പോയി, അവിടെ വെച്ച് ഞാൻ നിന്റെ മകനായി പിറക്കും എന്ന് രഘുവീരൻ പറഞ്ഞതായി സ്വപ്നം കണ്ടു. അച്ഛൻ ചോദിച്ചു, പ്രഭോ, ഞാനൊരു ദരിദ്ര ബ്രാഹ്മണൻ, എങ്ങനെ ഞാൻ അവിടുത്തെ വേണ്ടതുപോലെ സേവിക്കും? അതിന് രഘുവീരൻ, ഭഗവാൻ മഹാവിഷ്ണു അതിന് പറഞ്ഞ മറുപടി, അതൊക്കെ അങ്ങനെ അങ്ങ് നടക്കും, അതൊക്കെ നടക്കേണ്ട പോലെ നടക്കും. അവതാരം ജന്മമെടുക്കുക എന്നുള്ളത് മാത്രമാണ് പ്രധാനം. ബാക്കി നടത്തേണ്ടതെല്ലാം അവതാരത്തിന് അറിയാം എങ്ങനെ നടത്തണമെന്ന്. അതേപോലെ തന്നെയാണ് ഒരു രണ്ടാമതൊരു ഉദാഹരണം കൂടെ പറഞ്ഞു കൊടുക്കുന്നത്. എൻ്റെ ചേച്ചി ഹൃദയൻ്റെ അമ്മ ഹേമാങ്കിനി, ഹേമാങ്കിനി ചന്ദനവും പൂവും എല്ലാം വെച്ച് ശ്രീരാമകൃഷ്ണദേവൻ്റെ പാദത്തിൽ പൂജ നടത്തിയപ്പോൾ അവരുടെ തലയിൽ ശ്രീരാമകൃഷ്ണദേവൻ കാൽ വെച്ചിട്ട് എന്നിട്ട് പറഞ്ഞു, നീ കാശിയിൽ ചെന്ന് മോക്ഷം പ്രാപിക്കും, മരണമടയും, നിന്റെ മോക്ഷപ്രാപ്തി കാശിയിൽ വെച്ചായിരിക്കും എന്ന് ഹേമാങ്കിനിയോട് പറഞ്ഞു. ഒരു സഹോദരിയാണ് ശരിക്കും. അതായത് ശ്രീരാമകൃഷ്ണദേവൻ്റെ അച്ഛൻ്റെ ക്ഷുതിരാമൻ്റെ സഹോദരി രാമശീലയുടെ മകളാണ് ഹേമാങ്കിനി, നമ്മുടെ ഹൃദയൻ്റെ അമ്മ. അപ്പോൾ ഹേമാങ്കിനിയോട് പറഞ്ഞു, നീ കാശിയിൽ പോയി മോക്ഷം തേടും എന്ന് പറഞ്ഞു. ഇതിനേക്കാളെല്ലാം വളരെ സുവ്യക്തമായ സന്ദർഭം ശ്രീരാമകൃഷ്ണദേവൻ ഇത് മാസ്റ്റർക്ക് പറഞ്ഞു കൊടുക്കുന്നതാണ്. ഈ അവസ്ഥയെ മാസ്റ്റർക്ക് പറഞ്ഞു കൊടുക്കുന്നതാണ്. മൂന്നാമത് പറഞ്ഞ ആ അവസ്ഥ എന്തെന്ന് വെച്ചാൽ മധുരൻ്റെ അനുഭവത്തെക്കുറിച്ചാണ്. മധുർനാഥ് ബിശ്വാസ് ദക്ഷിണേശ്വരം ക്ഷേത്രത്തിൻ്റെ മുന്നിലുള്ള അവരുടെ ക്ഷേത്ര ഉടമകൾക്ക് താമസിക്കാനുള്ള സ്ഥലത്തിരിക്കുമ്പോൾ അവിടെ വെച്ച് മധുർബാബു ശ്രീരാമകൃഷ്ണദേവൻ ആ തിണ്ണയിലൂടെ ഉലാത്തുന്നത് കാണുന്നതാണ്. ഒരു ഭാഗത്തേക്ക് നടക്കുമ്പോൾ ശ്രീരാമകൃഷ്ണദേവനായിട്ടും മറുഭാഗത്തേക്ക് നടക്കുമ്പോൾ മഹാമായയായിട്ടും കാളീദേവിയായിട്ടും കാണുന്നു. പിന്നിടയ്ക്ക് ശൂലധാരിയായ പരമേശ്വരനായിട്ട് കാണുന്നു. ഇങ്ങനെ ഒരു ഭാഗത്തേക്ക് പോകുമ്പോൾ ശ്രീരാമകൃഷ്ണദേവൻ അല്ലെങ്കിൽ ഗദാധരൻ എന്ന മനുഷ്യനും മറുഭാഗത്തേക്ക് നടക്കുമ്പോൾ ആ ഈശ്വരീയ ചൈതന്യത്തെയും മധുർബാബു വ്യക്തമായി കണ്ടതാണ്. എന്നിട്ട് മധുർബാബു അന്ന് പറഞ്ഞു, അച്ഛാ, അങ്ങയുടെ ഉള്ളിൽ വേറൊന്നുമില്ല, ഈശ്വരൻ മാത്രമുണ്ട്, ദേഹം തനി തോട് മാത്രമാണ് അങ്ങ്, ഈ ദേഹം അങ്ങയ്ക്ക് തോട് മാത്രമാണ്, യഥാർത്ഥത്തിൽ ഈശ്വരീയ രൂപമാണ്, ഈശ്വരീയ ചൈതന്യമാണ് അങ്ങയ്ക്കുള്ളിലുള്ളത്. അപ്പോൾ അങ്ങ് വന്നിരിക്കുന്നത് ഒരു മൂടുപടമിട്ട് ഇവിടെ വന്നിരിക്കുകയാണ്. അത് ഞാൻ ഒരിക്കൽ അത് കാണുകയുണ്ടായി താൻ തിരിച്ചറിഞ്ഞ സത്യത്തെ ശ്രീരാമകൃഷ്ണദേവനോട് പറയുകയായിരുന്നു മധുരൻ. അപ്പോൾ അങ്ങനെ മധുരനും ഈ കാഴ്ച കണ്ടിട്ടുണ്ട്. തന്നിലുള്ള ഈശ്വരീയ രൂപത്തിൻ്റെ പ്രകടമായ രൂപം, കാളി മാതാവിൻ്റെ രൂപം അല്ലെങ്കിൽ പരമേശ്വരൻ്റെ രൂപം, ശിവസ്വരൂപം തന്നെ തന്നിൽ മധുരനെ പോലുള്ള ആളുകൾ കണ്ടിട്ടുണ്ട് എന്ന് മാസ്റ്ററോട് പറഞ്ഞു. എന്നിട്ടാണ് പറഞ്ഞത്, നിന്നെ പോലെ, അതായത് മാസ്റ്ററെ പോലുള്ള ഇവിടെ വരുന്ന എല്ലാവരെയും, ഇവിടെ വരുന്ന ഓരോരുത്തരെയും ഞാൻ നേരത്തെ കണ്ടിട്ടുണ്ട്, ഇതെല്ലാം നേരത്തെ എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. പരബ്രഹ്മ ആ മഹാമായ
എനിക്കിതെല്ലാം കാണിച്ചു തന്നിട്ടുണ്ട്, ഈ വരുന്നവരെ എല്ലാം കാണിച്ചു തന്നിട്ടുണ്ട്. മാത്രമല്ല നിന്നെയും ഞാൻ കണ്ടിട്ടുണ്ട്. നീ ഇപ്പോൾ ഇവിടെ ആദ്യമായിട്ടല്ല നിന്നെ ഞാൻ ഇവിടെ വെച്ച് കാണുന്നത്, നിന്നെയും ഈ പഞ്ചവടിയിൽ വെച്ച് കണ്ടു എന്നാണ് പറയുന്നത്. ഈ പഞ്ചവടിയിൽ വെച്ച് നിന്നെ കണ്ടിട്ടുണ്ട്. അതായത് ചൈതന്യ മഹാപ്രഭുവിൻ്റെ സങ്കീർത്തന ഘോഷയാത്രയിൽ നിന്നെ ഞാൻ കണ്ടിട്ടുണ്ട്. നീ ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ആളാണ്. പിന്നെ ആ കൂട്ടത്തിൽ ബൽറാം ബസുവിനെയും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ബൽറാം ബസുവിനെയും നിന്നെയും ഞാൻ അതിൽ കണ്ടിട്ടുണ്ട്. ബൽറാം ബസുവിനെ കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു എന്ന് അങ്ങനെയാണ് പറഞ്ഞത്. അതെ 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 ഗൗരാംഗൻ്റെ സങ്കീർത്തന സംഘത്തെ കാണുകയുണ്ട്. ആ കൂട്ടത്തിൽ ബലരാമനെ കണ്ടെന്ന് തോന്നുന്നു, നിന്നെയും കാണുകയുണ്ടായി. ബലരാമനെ കണ്ടെന്ന് തോന്നുന്നു, ബലരാമനും ഉണ്ടായിരുന്നിരിക്കാം, അല്ലെങ്കിൽ ഉണ്ടെന്ന് വിചാരിക്കുന്നു. പക്ഷെ നിന്നെയും കാണുകയുണ്ടായി, നിന്നെ കണ്ടു. അപ്പം അത്രമാൽ കൃത്യതയോടുകൂടിയാണ് മാസ്റ്റർ മഹാശയനോട് പറഞ്ഞത്, നീ ആ അവതാരത്തിൻ്റെ പാർഷദന്മാരായി വരേണ്ടവരിൽ ഒരാൾ തന്നെയാണ് നീ. നിന്റെ ദൗത്യം എന്താണെന്നുള്ളത് പൂർണ്ണമായും മാസ്റ്റർ മഹാശയനെ ബോധ്യപ്പെടുത്തി കൊടുക്കുന്നതാണ് ഈ സന്ദർഭത്തിൽ. അപ്പോൾ അങ്ങനെയാണ് നീ ഇവിടെ വന്നു ചേർന്നത്. പക്ഷെ എന്തുകൊണ്ടാണ് നിനക്കിതുവരെ അത് ബോധ്യപ്പെടാതിരുന്നത്? സ്വാഭാവികമായിട്ടുള്ളിൽ അങ്ങനെ ഒരു ഞാനിങ്ങനെ പാർഷദനായിരുന്നു, അതായത് കഴിഞ്ഞ അവതാരകാലത്തും ഞാൻ ഉണ്ടായിരുന്നു, അതായത് ഭഗവാന്റെ ഈ അവതാരങ്ങൾക്കൊപ്പം ഞാനും അവതാരം എടുത്തിട്ടുള്ള ആളാണോ എന്ന് ഒരു പക്ഷേ സംശയദൃഷ്ടിയോടുകൂടി മാസ്റ്റർ മഹാശയൻ നോക്കിയേക്കാം. ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞത് പൂർണ്ണമായും വിശ്വസിക്കാൻ ഉൾക്കൊള്ളാൻ ചിലപ്പോൾ മാസ്റ്റർ മഹാശയൻ്റെ അന്നത്തെ അവസ്ഥയ്ക്ക് സാധിക്കണമെന്നില്ല. അപ്പോൾ അതറിയാവുന്നത് കൊണ്ട് ശ്രീരാമകൃഷ്ണദേവൻ മാസ്റ്റർ മഹാശയനോട് പറയുന്നത്, നീ ഇവിടെ ദക്ഷിണേശ്വരത്ത് 1882 ഫെബ്രുവരി 26 എന്നെ കാണാൻ വരുന്നത് വരെ, വളരെ കൃത്യമായ ഡേറ്റാണ്, ആ എന്നെ കാണാനായി ആദ്യമായി വരുന്നതുവരെ നിന്റെ അവസ്ഥ എന്തെന്ന് വെച്ചാൽ നീ ആത്മവിസ്മൃതിയിലായിരുന്നു. അങ്ങനൊരവസ്ഥയുണ്ട്. നീ ആത്മവിസ്മൃതി, അതായത് സ്വസ്വരൂപം എന്താണെന്ന് നിനക്കറിയാൻ കഴിയാതിരുന്ന ഒരു ഘട്ടം, ഒരു കാലഘട്ടം. അതാണ് ആത്മവിസ്മൃതി എന്നിവിടെ ഭഗവാൻ ഉദ്ദേശിച്ചത്. അപ്പം അങ്ങനെയുള്ള ആത്മവിസ്മൃതിയിലായിരുന്നു നീ ഇവിടെ വരുന്നത് വരെ. അപ്പോൾ ആത്മവിസ്മൃതിയിലായിരുന്ന ആ ആത്മാവിനെ, ആ സ്വരൂപത്തെ ബോധ്യപ്പെടുത്തി ഓർമ്മിപ്പിക്കുകയാണ് ഇപ്പോൾ ഭഗവാൻ. അവതാരത്തോടൊപ്പം നിൽക്കേണ്ട, അവതാരത്തിനോടൊപ്പമുള്ള പാർഷദനാണ് നീ, നിന്റെ കർമ്മം എന്താണ്, നിന്റെ ജന്മോദ്ദേശം എന്ന് ഭഗവാൻ തന്നെ ഇവിടെ മാസ്റ്റർ മഹാശയനെ ബോധ്യപ്പെടുത്തുന്നതാണ് ഈ ആത്മവിസ്മൃതിയെക്കുറിച്ച് പറഞ്ഞത്. അപ്പോൾ ഈ ആത്മവിസ്മൃതി എന്താണ് എന്ന് ഒറ്റയടിക്ക് അതാണ് ഭഗവാൻ, എങ്ങനെയാണ് ഭഗവാൻ ശ്രീരാമകൃഷ്ണദേവൻ തൻ്റെ കൂടെയുള്ള ആ പാർഷദന്മാരായ, അല്ലെങ്കിൽ ആ അവതാര ലീലയ്ക്കൊപ്പം നിൽക്കേണ്ടവരെ എത്ര ഒരു കാര്യം വെറുതെ പറയുക മാത്രമല്ല, അതിൻ്റെ വിവിധ തലങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് ഈ വചനാമൃതം തുടക്കം മുതലേ നമുക്ക് അങ്ങനെ കാണാം. ഓരോന്നും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് പറയുക. അത് ആദ്യം പറയുന്ന വസ്തുവിനെ ബോധ്യപ്പെട്ടില്ലെങ്കിൽ അത് തന്നെ അതിൻ്റെ അടുത്ത സ്റ്റെപ്പ് പറയും, അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത സ്റ്റെപ്പ്. അപ്പോൾ ഓരോന്ന് പറഞ്ഞ് 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 ഈ ശ്രോതാവിനെ അത് പൂർണ്ണമായി ബോധ്യപ്പെടുത്തി കൊടുക്കും. ഇവിടെ ആത്മവിസ്മൃതി എന്താണെന്ന് അങ്ങനെ ഒരു വാക്ക് മാസ്റ്റർ മഹാശയനോട് പറഞ്ഞാൽ അതെന്താണെന്ന് ചിലപ്പോൾ മാസ്റ്റർ മഹാശയനും മനസ്സിലാവണമെന്നില്ല. ഇവിടെ ഇപ്പം നമ്മൾ അത് പറയുമ്പോൾ നമുക്കത് വിവരിക്കുമ്പോൾ മനസ്സിലാവും. അതായത് സ്വന്തം സ്വത്വബോധത്തെ മനസ്സിലാക്കാൻ കഴിയാതെ നമ്മളിങ്ങനെ അലയുന്ന അവസ്ഥ. നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഈ ആത്മവിസ്മൃതിയുണ്ട്. ഈ ആത്മവിസ്മൃതിയിൽ ഇരിക്കുന്ന ഘട്ടത്തിലാണ് നമ്മൾക്ക് യഥാർത്ഥത്തിലുള്ള പലതും തിരിച്ചറിയാൻ പറ്റാതെ പോകുന്നത്.
നമ്മുടെ ആത്മവിസ്മൃതിയിലിരിക്കുന്ന ആ ആത്മതത്വം അറിയാൻ നമ്മുടെ ജീവനെ അത് ബോധ്യപ്പെടുത്തുന്നതിന് ഭഗവാൻ ഇച്ഛിക്കുന്നു എങ്കിൽ, ആ ഇച്ഛയ്ക്കനുസരണമായി ഭഗവാൻ നമ്മെ തിരഞ്ഞെടുക്കുന്നു എങ്കിൽ, അത് നമ്മെ ബോധ്യപ്പെടുത്താൻ നമുക്ക് മുമ്പിലേക്ക് ഇതേപോലുള്ള നമ്മുടെ വചനാമൃതം പോലുള്ള ഗ്രന്ഥങ്ങൾ നമുക്ക് മുന്നിലേക്ക് കൊണ്ടുവച്ചു തരും. എത്രയോ പേരുടെ മുമ്പിൽ ഈ ഗ്രന്ഥം ഇരുന്നിട്ട് അവർക്കിത് തുറക്കാൻ പോലും തോന്നാതിരിക്കണം. എത്രയോ പേർക്ക് മുമ്പിൽ ഈ ഇത് വചനാമൃതം മാത്രമല്ല, ഭഗവത്ഗീത ആയാലും മറ്റ് ഉപനിഷത്തുകളായാലും മറ്റ് ഏതൊരു ഗ്രന്ഥമായാലും അത് നമ്മുടെ മുമ്പിൽ ചിലപ്പോൾ ജനിച്ച കാലം പോലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവായിരിക്കും. നമ്മുടെ അലമാരയിലോ അല്ലെങ്കിൽ നമ്മുടെ മേശയ്ക്കുള്ളിലോ എവിടെയെങ്കിലും മറഞ്ഞു കിടക്കുകയായിരിക്കും. അല്ലെങ്കിൽ ഇതിങ്ങനെ അവിടെ കിടക്കുക, നമ്മൾ ഒരിക്കൽ പോലും തിരിഞ്ഞു നോക്കുന്നുണ്ടാവില്ല. ഒരു പ്രത്യേക ഘട്ടത്തിലാണ് ഈ പുസ്തകം നമ്മുടെ അടുത്തേക്ക് എത്തുന്നത്. അപ്പോഴാണ് നമ്മൾ അത് തുറന്നു നോക്കുന്നതും ആ പുസ്തകത്തിലേക്ക് നമ്മൾ ലയിച്ചു ചേരുന്നത്. പിന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത്, ഈശ്വര, ഞാനിത് നേരത്തെ തിരിച്ചറിയേണ്ടിയിരുന്നല്ലേ. നേരത്തെ തിരിച്ചറിയാൻ പറ്റില്ല. കാര്യം അവിടെ ആത്മവിസ്മൃതിയിലാണ് നമ്മളുണ്ടായിരുന്നത്. അപ്പോൾ ഏതൊരു ഈ ആത്മവിസ്മൃതിയിൽ നിന്ന് പുറത്തു വരാൻ ഏതൊരു പ്രായത്തിലാണോ ആ ആത്മവിസ്മൃതിയിൽ നിന്ന് നമ്മൾ പുറത്തു വരുന്നത്, അവിടം മുതൽ നമ്മൾ സ്വതന്ത്രരാണ്. അത് നേരത്തെ അറിയേണ്ട കാര്യമല്ല. അത് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ കൂടുതൽ അതൊക്കെ വെറുതെയാണ്. അപ്പോൾ ആത്മവിസ്മൃതി നമ്മെ വന്ന് മൂടിയിരിക്കുകയാണ്. ആ മായ നമ്മെ വന്ന് മൂടിയിരിക്കുക. അത് മാറണമെങ്കിൽ ഈശ്വരൻ തന്നെ നമ്മുടെ മുമ്പിലേക്ക് വന്ന് ആ മായയെ മാറ്റണമല്ലോ. അപ്പം ഈ ആത്മവിസ്മൃതിയെ ഇത്രയും നാള്, ഇപ്പം ഇവിടെ 1882 ഫെബ്രുവരി 26 ശ്രീരാമകൃഷ്ണദേവന്റെ മുന്നിൽ വന്ന മാസ്റ്റർ മഹാശയനെ 1883 ഡിസംബർ 24 ആയപ്പോഴാണ് ശ്രീരാമകൃഷ്ണദേവൻ ആ ആത്മവിസ്മൃതിയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു വർഷവും 5-6 മാസവും കഴിഞ്ഞിട്ടാണ്, അല്ലേ? 11 മാസവും കഴിഞ്ഞിട്ടാണ്. അപ്പം ഏതാണ്ട് 2 വർഷം ആകാറായി. 2 വർഷം അടുക്കാറായപ്പോഴാണ് മാസ്റ്റർ മഹാശയൻ ആത്മവിസ്മൃതിയിലായിരുന്ന ആ സത്യത്തെ ശ്രീരാമകൃഷ്ണദേവൻ ഈ സാധനാകാലത്ത് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നത്. അപ്പോൾ അതിന് മാസ്റ്റർ മഹാശയൻ്റെ അത് പൂർണ്ണമായും മാസ്റ്റർ മഹാശയൻ അത് ബോധ്യപ്പെട്ടിരിക്കണമെന്ന് ശ്രീരാമകൃഷ്ണദേവന് തോന്നിയില്ല. അതുകൊണ്ടാണ് അത് പറഞ്ഞുകൂടെ, ഭഗവാൻ എല്ലാത്തിനും ഒരു ലളിതമായ കഥ കൂടെ അതിൻ്റെ കൂടെ പറഞ്ഞ് അത് ബോധ്യപ്പെടുത്തി കൊടുത്തു. ഇവിടെ മാസ്റ്റർ മഹാശയന് കഥ പറഞ്ഞു കൊടുത്തത്, ഒരിക്കൽ ഒരു പുലി അത് പിന്നെ ഇത് കാട്ടിൽ നടക്കുമ്പോൾ, ഇത് ആ കഥയെന്ന് നോക്കട്ടെ എന്താണ് ഇവിടെ അത് പറയുന്നുണ്ട്. പുലിയുടെയും ആട്ടിൻപറ്റത്തിൻ്റെയും കഥ. അത് നഗ്നൻ പറഞ്ഞു കൊടുത്തതാണ് ശ്രീരാമകൃഷ്ണദേവന്. നഗ്നനാണത് പറഞ്ഞു കൊടുത്തത്. അപ്പോൾ ഇവിടെ പുലിയും ആട്ടിൻപറ്റത്തിൻ്റെയും കഥ പറഞ്ഞു. അതായത് പുലി ഇങ്ങനെ കാട്ടിലൂടെ നടക്കുമ്പോൾ ആട്ടിൻപറ്റത്തിൻ്റെ കൂട്ടത്തിൽ ഒരു പുലിക്കുട്ടി ഇങ്ങനെ നടക്കുന്നു. അപ്പോൾ പുലി നോക്കിയപ്പോൾ ഈ പുലിക്കുട്ടി എങ്ങനെ ഈ ആട്ടിൻകുട്ടികളുടെ കൂടെ നടക്കുന്നു? ആട് കരയുന്ന പോലെ കരയുന്നു, ആട് ഈ പുല്ല് തിന്നാൻ അല്ലെങ്കിൽ ഇല തിന്നുന്ന പോലെ ഈ പുലിക്കുട്ടി ഇല തിന്നുന്നു, ആടിൻ്റെ കൂടെ ഇങ്ങനെ കളിച്ച് നടക്കുകയാണ്. ശബ്ദം ഉണ്ടാക്കുന്നതും ഈ ആട് കരയുന്ന പോലെ വെബേ എന്നുള്ള ആ ആടിൻ്റെ കരച്ചിലാണ്. അപ്പോൾ ഈ പുലി ഓടിച്ചെന്ന് അപ്പോൾ ഈ ആടുകളെല്ലാം പാഞ്ഞു പേടിച്ചോടി. ഈ പുലിക്കുട്ടിയെ ഈ പുലി എടുത്തുകൊണ്ടുവന്ന് വെള്ളത്തിൽ കൊണ്ടുവന്ന് കാണിച്ചിട്ട്, നിന്റെ മുഖം നോക്കാൻ പറഞ്ഞു അങ്ങോട്ട്. നീയും ആ അലഞ്ഞു നടക്കുന്ന ആടുകളെ പോലെ ആണോ നിന്റെ മുഖം ഇരിക്കുന്നത്? എന്നിട്ട് ഈ പുലി ആ അലറുന്ന ശബ്ദം ഈ പുലിക്കുട്ടിക്ക് കാണിച്ചു കൊടുക്കുക. അങ്ങനെ ഈ പുലിയുടെ അലറുന്ന ശബ്ദം കേട്ടിട്ട് പുലിക്കുട്ടിയും അലറാൻ തുടങ്ങി. അങ്ങനെ പുലിക്കുട്ടിയെ തൻ്റെ സത്വബോധത്തിലേക്ക് ആ പുലി കൊണ്ടുവരുന്ന പോലെയാണ് ഓരോ ജീവനെയും ആ ജീവന്റെ ആത്മസ്വരൂപം എന്താണ് എന്നുള്ളത് ആത്മവിസ്മൃതിയിലായ, അല്ലെങ്കിൽ താനൊരു വെറും ആട്ടിൻകുട്ടിയാണെന്ന് വിചാരിച്ച് നടന്ന ഒരു സിംഹം, പുലി ഏതെങ്കിലും, അത്രയും ശക്തമായ ഒരു ഭാവത്തെ തിരിച്ച് ആ സിംഹഗർജനത്തിലേക്ക് കൊണ്ടുവരാൻ ഒരു ഗുരുവിൻ്റെ സഹായം ഉണ്ടെങ്കിലേ പറ്റൂ.
ഗുരുവിന് മാത്രമേ അത് നമുക്ക് കാണിച്ചു തരാൻ പറ്റൂ. അതാണ് ഇവിടെ മാസ്റ്റർ മഹാശയന് ശ്രീരാമകൃഷ്ണദേവൻ നീ ഒരു ആട്ടിൻകുട്ടിയല്ല, നീ ഒരു പുലിക്കുട്ടിയാണ് എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നതാണ് ഇവിടെ നമ്മൾ കാണുന്നത്. എത്ര ഗംഭീരമായിട്ടാണ് ആ സാധനാകാലത്ത് മാസ്റ്റർ മഹാശയനെ ഒരുക്കിയെടുക്കുക. കാര്യം ഈ ഒരുക്കലോട് കൂടി ഈ 21 ദിവസത്തെ താമസത്തോടു കൂടി മാസ്റ്റർ മഹാശയൻ്റെ ജന്മ ദൗത്യത്തിൻ്റെ ട്രെയിനിങ് പ്രോഗ്രാം തീരുകയാണ്. അടുത്ത നമ്മൾ ഈ വചനാമൃതത്തിൻ്റെ 2ാം ഭാഗത്തോടു കൂടി മാസ്റ്റർ മഹാശയൻ തൻ്റെ പ്രവർത്തന ഇതിലേക്ക് പതുക്കെ പതുക്കെ പ്രവേശിക്കാൻ തുടങ്ങുകയാണ്. അവിടെ ആ ആത്മതത്വത്തെ പിന്നീട് വളരെ വിശദമായി ഭഗവാൻ ആത്മതത്വത്തെ, ശ്രീരാമകൃഷ്ണദേവൻ ആത്മതത്വത്തെ മാസ്റ്റർ മഹാശയൻ്റെ ഉള്ളിലേക്ക് ഊട്ടി ഉറപ്പിച്ചുകൊണ്ടാണ് ഇനിയുള്ള ആ നെക്സ്റ്റ് വോള്യൂംസ് മുന്നോട്ട് പോകുന്നു, അടുത്ത 2 വോള്യൂം മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ ശ്രീരാമകൃഷ്ണദേവൻ ഈ ഒരു സന്ദർഭത്തിൽ ഇങ്ങനെ ഒരു ആത്മതത്വത്തെ പറഞ്ഞിട്ട് പിന്നെ പറയുന്നത്, ഈ പുണ്യസ്ഥലങ്ങളിൽ നമ്മൾ ഈ പുണ്യസ്ഥലം പിന്നീട് അവിടെ രാമചന്ദ്രദത്തയും സുരേന്ദ്രനാഥ മിത്രയൊക്കെ വന്നിരിപ്പുണ്ട്. അപ്പോൾ അവരുമായിട്ടൊക്കെ പിന്നീട് ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും ചർച്ച തുടരുകയാണ്. അപ്പോൾ അവിടെ മാസ്റ്റർ മഹാശയനും കൂട്ടത്തിൽ വന്നിരിക്കുന്നുണ്ട്. അങ്ങനെ ആ വീണ്ടും ചർച്ച തുടരുകയാണ്. പുണ്യസ്ഥലങ്ങളിൽ പോകുമ്പോൾ ഉണ്ടാകേണ്ട ഒരു ഭാവത്തെക്കുറിച്ചാണ് ഇവിടെ ഭഗവാൻ കൂടുതൽ ബോധ്യപ്പെടുത്തി കൊടുക്കുന്നത്. അങ്ങനെ ഒരു സ്റ്റഡി ക്ലാസ് ഭഗവാൻ അടുത്തെടുക്കുകയാണ്. പുണ്യസ്ഥലങ്ങളിൽ, ക്ഷേത്രങ്ങളിലും ആരാധനാ കേന്ദ്രങ്ങളിലും തീർത്ഥസ്ഥാനങ്ങളിലും എല്ലാം നമ്മൾ പോകുമ്പോൾ നമ്മൾ ഏത് തരം ഭാവമാണ് സ്വീകരിക്കേണ്ടത്? അതായത് മാസ്റ്റർ മഹാശയനെ സംബന്ധിച്ച് ഇവിടെ കൊടുക്കുന്ന പരിശീലനം ഇപ്പോൾ വന്നിരിക്കുന്നത്, ഈ ദിവസങ്ങളിൽ താമസിക്കുന്നത് ദക്ഷിണേശ്വരം പോലുള്ളൊരു പുണ്യസ്ഥലത്താണ്. ഒരവതാരം അവിടെ സജീവമായി നിലനിൽക്കുന്ന ഒരു സ്ഥലത്താണ്. ആ അവതാരത്തോടൊപ്പമാണ് മാസ്റ്റർ മഹാശയൻ താമസിക്കുന്നത് ഇപ്പോൾ. അപ്പം അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് വരുമ്പോൾ എങ്ങനെയായിരിക്കണം ഒരാളുടെ ഭാവം എന്നുള്ളതാണ് മറ്റുള്ളവർക്കും മാസ്റ്റർ മഹാശയനും ഒക്കെ ചേർത്ത് ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ഭഗവാൻ ഇവിടെ ഒരു പ്രത്യേകമായിട്ട് പറഞ്ഞത്, ഭഗവാൻ എങ്ങനെയാണ് ഇത്തരം സന്ദർഭങ്ങളെ കാണുന്നത് എന്നാണ്. ഈ പുണ്യസ്ഥലങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രത്യേകത, ഇപ്പോൾ നമ്മൾ തന്നെ നമ്മൾ എങ്ങനെയാണ് അതിനെ കാണുന്നത്, നമ്മൾ എങ്ങനെയാണ് പുണ്യസ്ഥലങ്ങളിൽ പോകുമ്പോൾ എന്താണ് നമ്മളുടെ ഭാവം, എന്താണ് നമ്മൾ സ്വയം ഒന്ന് ചിന്തിച്ചു നോക്കാം. അങ്ങനെ ഉണ്ടല്ലോ. ഇപ്പം ഇങ്ങനെ ഒരു ചർച്ചാ വിഷയത്തിലേക്ക്, ഭഗവാന്റെ ഈ സത്സംഗത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മൾ അത്തരം കാര്യങ്ങൾ വായിക്കുക മാത്രമല്ല, നമ്മളിലുണ്ടാകുന്ന ഭാവം എന്താണെന്നുള്ളതും കൂടെ പ്രത്യേകം. അപ്പം നമ്മൾ അങ്ങനെ ഒരു പുണ്യസങ്കേതങ്ങൾ സന്ദർശിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഭാവം എന്താണ് എന്നുകൂടി നമ്മൾ ഒരു ആത്മദർശനം നമുക്കും കൂടെ ഉണ്ടാകണം. അതായത് ഇപ്പോൾ നമ്മൾ ഗുരുവായൂരാണ് പോകുന്നതെങ്കിൽ, യഥാർത്ഥത്തിൽ ഗുരുവായൂരിൽ ചെല്ലുമ്പോൾ ആ ശ്രീകൃഷ്ണ ലീലയിലായിരിക്കണം നമ്മൾ മുഴുകേണ്ടത്. സമ്പൂർണമായി ശ്രീകൃഷ്ണ ലീലയിൽ മുഴുകിയായിരിക്കണം നമ്മൾ അവിടെ ചെലവഴിക്കേണ്ടത്. മറ്റൊന്നും നമ്മുടെ കണ്ണിൽ പെടാൻ പാടില്ല. സ്വാഭാവികമായി നമ്മൾക്ക് പറ്റുന്നത്, നമ്മൾ ആ ക്യൂവിൽ നിന്ന് എങ്ങനെയെങ്കിലും ഭഗവാന്റെ മുന്നിലെത്തി തൊഴുതു പുറത്തിറങ്ങി, പിന്നെ എല്ലാം പോയി, അതോടുകൂടി എല്ലാം മറന്നു. പിന്നെ ഉള്ളത് നമ്മൾ അടുത്ത കടകളിൽ കയറുന്നു, സാധനങ്ങൾ കാണാൻ, അതൊക്കെ. അപ്പം ഭക്ഷണം, നല്ല ഹോട്ടലുകൾ കാണുന്നു. അപ്പം മൊത്തത്തിൽ മായ പിന്നെ നമ്മളെ പിടിച്ചു വലിച്ചങ്ങ് കൊണ്ടുപോകും. ഭഗവാന്റെ ആ സ്വരൂപം ഉള്ള ആ ഭാഗത്ത് നിന്ന്, അല്ലെങ്കിൽ ഭഗവത് ചിന്തയിൽ നിന്ന് മായ നമ്മെ പിടിച്ചു വലിച്ച് വല്ല ആര്യാഭവനിലേക്കോ അല്ലെങ്കിൽ അതുപോലുള്ള ഹോട്ടലുകളിലേക്കോ കടകളിലേക്കോ നമ്മളെ പിടിച്ചുകൊണ്ടുപോകും. അതേപോലെയാണ് ശബരിമലയിൽ ശബരിമലയിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാകേണ്ട ഭാവം, ആ അയ്യപ്പൻ്റെ ആ മോഹിനീസുതനായി അയ്യപ്പൻ പമ്പാതീരത്ത് ജന്മമെടുത്ത് വളർന്ന് വന്ന ആ സാഹചര്യങ്ങളെ അനുഭവിച്ചു വേണം, ആ അവതാരത്തിനൊപ്പം വേണം നമ്മളും പോകാൻ.
നമ്മുടെ ശ്രദ്ധയും ചിന്തയും അത് മാത്രമായിരിക്കണം. അതല്ലാതെ അവിടെ കാണുന്ന ഭൗതികമായ ഒരു കാര്യത്തിലും നമ്മളുടെ ശ്രദ്ധ പോയാൽ ആ പോകുന്നത് കൊണ്ട് ഒരർത്ഥവുമില്ല. ഇതാണ് ഇവിടെ ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞു കൊടുത്തത്. ഒരു ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞത് ഞാൻ വൃന്ദാവനത്തിൽ പോയപ്പോഴുണ്ടായ അനുഭവം എന്നാണ്. ശ്രീരാമകൃഷ്ണദേവൻ വൃന്ദാവനത്തിൽ പോയപ്പോഴെന്താണ് സംഭവിച്ചത്? വൃന്ദാവനത്തിൽ പോയപ്പോൾ കൃഷ്ണലീലയിലെ വിവിധ രംഗങ്ങൾ ദൃശ്യങ്ങൾ മാത്രമാണ് ശ്രീരാമകൃഷ്ണദേവന്റെ മുന്നിൽ കാണുന്നത്. യമുനാ നദിയുടെ അവിടെ ചെന്ന് നോക്കിയപ്പോൾ ശ്രീരാമകൃഷ്ണദേവന്റെ മുന്നിൽ കണ്ടത് വസുദേവർ പണ്ട് ഉണ്ണികൃഷ്ണനെ തലയിലേറ്റിക്കൊണ്ട് ആ രാത്രി അമ്പാടിയിലേക്ക് കടന്നു പോകുന്ന ആ ദൃശ്യം കണ്ട് ശ്രീരാമകൃഷ്ണദേവൻ ആ ഗംഗയെ നോക്കി ഇങ്ങനെ യമുനയെ നോക്കി ഇങ്ങനെ നിൽക്കുകയാണ്. ആ യമുനയെ നോക്കി നിൽക്കുമ്പം മുന്നിൽ ആ വസുദേവർ ആ ശ്രീകൃഷ്ണനെ ഇങ്ങനെ കൊട്ടയിൽ തലയിലേന്തി പിന്നിൽ അനന്തൻ കുട പിടിച്ചു നിൽക്കുന്ന ആ രൂപം മാത്രമാണ് കാണുന്നത്. അത് കഴിഞ്ഞാൽ തീരത്ത് നോക്കിയപ്പോൾ ഒരുപാട് പശുക്കൾ ഇങ്ങനെ മേഞ്ഞു നടക്കുന്നു. ആ പശുക്കളെയെല്ലാം കണ്ടപ്പോൾ ബാക്കിയെല്ലാം മറന്ന് അത് അമ്പാടിയാണെന്ന് മാത്രമേ ശ്രീരാമകൃഷ്ണദേവന് തോന്നിയുള്ളൂ. എന്നിട്ട് ശ്രീരാമകൃഷ്ണദേവൻ ഉറക്ക കരഞ്ഞിട്ട് പറഞ്ഞു, എല്ലാം പഴയതുപോലെ തന്നെയുണ്ട്, ഒരു മാറ്റവുമില്ല, കൃഷ്ണ നീ മാത്രമില്ലല്ലോ എന്നാണ് കരഞ്ഞത്. ബാക്കിയെല്ലാം പഴയതുപോലെയാണ്, ഒരു മാറ്റവുമില്ല. നോക്കൂ, അത് ആ കണ്ടു കഴിയുമ്പോൾ യഥാർത്ഥത്തിൽ ശ്രീരാമകൃഷ്ണദേവൻ കാണുന്നത് ഈ കാലഘട്ടത്തിലാണ്. അപ്പോൾ ശ്രീരാമകൃഷ്ണദേവൻ പറയുന്നു ആ കണ്ട കാഴ്ചകളെല്ലാം അന്നത്തെ കാഴ്ചകൾ തന്നെയാണ്, അല്ലാതെ ഇന്നത്തെ കാഴ്ച ഒന്നും കണ്ണിൽ പെട്ടിട്ടേ ഇല്ല. ഇന്നത്തെ കാഴ്ചകളൊന്നുമില്ല, അന്നത്തെ ആ അമ്പാടിയും അന്നത്തെ ആ കാലം മാത്രമാണ് ഞാൻ കാണുന്നത്. അന്ന് കാണുന്ന കാഴ്ചകളെല്ലാമാണ് ഞാൻ കാണുന്നത്. ശ്രീരാമകൃഷ്ണദേവൻ കാണുമ്പോൾ പിന്നെ അത് സ്വാഭാവികമായി ആ ഈശ്വരീയ ഭാവം ഉള്ളത് കൊണ്ട് അറിയാനും പറ്റും. അപ്പോൾ ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞാൽ അതെല്ലാം, അതിന് പ്രത്യേക ഈശ്വരീയ ഭാവമൊന്നും വേണമെന്നില്ല, ആ സങ്കല്പത്തിൽ ഇരിക്കുന്ന എല്ലാവർക്കും അത് തന്നെ കാണാൻ പറ്റും. ഇപ്പം നമ്മൾ ദക്ഷിണേശ്വരത്ത് ഇപ്പം ചെല്ലുകയാണെങ്കിൽ ആ മുറിയുടെ മുമ്പിൽ ചെന്നാൽ നമ്മുടെ ഉള്ളിൽ ഈ ഭഗവാൻ ആ മുറിയിലിരിക്കുന്ന ചെറിയ കെട്ടിലിരിക്കുന്നത് ഉൾപ്പെടെയുള്ള ആ രംഗം മാത്രമാണ് നമ്മുടെ മുന്നിലുള്ളൂ. വചനാമൃതം വായിച്ച ഒരാളുടെ മുന്നിൽ അത് മാത്രമേ കാണാൻ പറ്റൂ. അയാൾ ആ 1882 എന്ന് പറയുന്ന വർഷത്തിലേക്ക് നമ്മുടെ മനസ്സും ശരീരവും അങ്ങ് പോകും. നമുക്ക് ആ ഇപ്പോൾ കാണുന്ന ഒരു വ്യത്യാസവും നമ്മുടെ മുന്നിൽ അവിടെ കാണാൻ കഴിയുന്നില്ല എന്നുപോലെ. അതുപോലെയാണ് ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞത്, അന്നത്തെ കാഴ്ചകളെല്ലാം അതേപോലെയുണ്ട്, കൃഷ്ണ നീ മാത്രം അവിടെ ഇല്ല, അങ്ങ് മാത്രമില്ലല്ലോ എന്ന് പറഞ്ഞാണ് കരഞ്ഞത്. അപ്പോൾ ഭഗവാൻ ഇവിടെ പറഞ്ഞത് എന്തുകൊണ്ടാണ് നമുക്കിത് അനുഭവേദ്യമാകാതെ പോകുന്നത്? ഇങ്ങനെയുള്ള പുണ്യസ്ഥലങ്ങളോ അല്ലെങ്കിൽ ഈ പുണ്യക്ഷേത്രത്തിൽ ഇരിക്കുമ്പോഴോ നമുക്കിത് പൂർണ്ണമായും അനുഭവേദ്യമാകാതെ പോകുന്നതിൻ്റെ ഒരു കാരണം യോഗവും ഭോഗവുമുണ്ട്. നമ്മൾ ഇതിൽ ഏത് ഭാഗത്തേക്കാണ് നമ്മുടെ മനസ്സ് ചായുന്നത് എന്നനുസരിച്ചിരിക്കും യോഗവും ഭോഗവും. ഇതും ആ മായയുടെ ഒരു പിടുത്തമാണ്. അപ്പം യോഗവുമുണ്ട് ഭോഗവുമുണ്ട്. ഇതിലേത് സ്വീകരിക്കണം എന്നുള്ളതിൻ്റെ ആശങ്കയിലാണ് നമ്മൾ, കൺഫ്യൂഷനിലാണ്. യോഗമാണോ സ്വീകരിക്കേണ്ടത്, ഭോഗമാണോ സ്വീകരിക്കേണ്ടത് എന്നുള്ളത് നമ്മളൊരു കൺഫ്യൂഷനിലാണ് എപ്പോഴും. അപ്പം അതിന് ഭഗവാൻ പറയുന്നൊരു പരിഹാരം, അത് സുരേന്ദ്രനാഥ മിത്രയോടാണ് ഈ അധ്യായം അവസാനിക്കുന്ന സമയത്ത് സുരേന്ദ്രനാഥ മിത്രയോടാണ് ഇത് പറയുന്നത്. സുരേന്ദ്രനാഥ മിത്രയാണ് ഈ സമയത്ത് ഈ ചോദ്യങ്ങളുമായിട്ട് എത്തിയത്. അപ്പോൾ സുരേന്ദ്രനാഥ മിത്രയോടായിട്ടാണ് പറയുന്നത്. മാസ്റ്റർ മഹാശയനൊക്കെ അവിടെ ഇരിപ്പുണ്ട്. പറഞ്ഞത് ഈശ്വരീയ ആ ഭാവത്തെ സ്മരണ ചെയ്യുക, അത് മനനം ചെയ്യുക. നിരന്തരം ഈശ്വരീയ ഭാവത്തെ സ്മരണയിൽ കൊണ്ടുവരിക, അത് മനനം ചെയ്തുകൊണ്ടിരിക്കുക. ഇത് മാത്രമേ ഉള്ളൂ ഇതിന് പോകാൻ വഴി. ഏത് ഈ ഭോഗത്തിൽ നിന്ന് മാറി യോഗത്തെ സ്വീകരിക്കാനായിട്ട് മനസ്സിൻ്റെ കൺഫ്യൂഷനെ മാറ്റാൻ ഒരേ ഒരു മാർഗമേ ഉള്ളൂ. അത് ആ ഈശ്വരീയ സ്മരണയും ആ സ്മരണയിൽ ഇരുന്നു കൊണ്ട് അതിനെ മനനം ചെയ്യുകയും ചെയ്യുന്നത് മാത്രമാണ് ഇതിനുള്ള ഏക പോംവഴി. അപ്പോൾ മാസ്റ്റർ മഹാശയൻ ഇവിടെ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ, സുരേന്ദ്രനാഥമിത്രയോടാണല്ലോ പറഞ്ഞത്, അപ്പോൾ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ മാസ്റ്റർ മഹാശയൻ ഇതിൻ്റെ അടിക്കുറിപ്പായിട്ട് പിന്നീട് സ്വയം പറഞ്ഞതാണ്, സുരേന്ദ്രൻ എത്ര ഭാഗ്യവാനാണ്, സുരേന്ദ്രൻ്റെ ഭാരമെല്ലാം ഭഗവാനാണല്ലോ ഏറ്റെടുത്തിരിക്കുന്നത്, സുരേന്ദ്രൻ ഇനി സമാധാനമായിട്ടിരിക്കാം, സുരേന്ദ്രൻ എത്ര ധന്യനാണ്. സുരേന്ദ്രനാഥമിത്രയുടെ ആ ഗൃഹസ്ഥാശ്രമ ഭക്തൻ്റെ ഒരു ഉയർച്ച കൂടെ മാസ്റ്റർ മഹാശയൻ്റെ ആത്മഗതത്തിലൂടെ നമുക്ക് മനസ്സിലാവുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പം മാസ്റ്റർ ഇവിടെ വിചാരിക്കുന്നത്
ഇന്നത്തെ ദിവസം അവസാനിക്കുമ്പോൾ മാസ്റ്റർക്ക് യോഗത്തെക്കുറിച്ച് മൊത്തത്തിൽ പറഞ്ഞു തരാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ദിവസം ശ്രീരാമകൃഷ്ണദേവൻ അവസാനിപ്പിക്കുന്നത്. ആ 24-ാം തീയതി സാധനയുടെ 11-ാം ദിവസം മാസ്റ്റർ മഹാശയൻ്റെ മുന്നിൽ ഈ യോഗത്തെയും ഭോഗത്തെയും കുറിച്ച് സൂചന കൊടുത്ത ശേഷം മാസ്റ്റർ മഹാശയനോട് പറഞ്ഞു, നിനക്ക് ഞാൻ ആ യോഗവിദ്യ പറഞ്ഞു തരാം. ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനന് പറഞ്ഞു കൊടുത്ത അതേ കാര്യം തന്നെ ഇവിടെ തുടർന്ന് ആ യോഗവിദ്യ മാസ്റ്റർ മഹാശയൻ ഉപദേശിക്കുന്നതാണ് ഇതിൻ്റെ അവസാന ഭാഗത്തേക്ക്. അത് നമുക്ക് അടുത്ത തവണ അതുകൂടെ വായിച്ച് നമുക്ക് 25-ാം തീയതി ഡിസംബർ കാലത്ത് അധികം ഡിസ്ക്രിപ്ഷൻസ് ഇല്ല. ആ സാധനാ ജീവിതത്തിൻ്റെ ആ 25-ാം ദിവസത്തെക്കുറിച്ച് അധികം ഡിസ്ക്രിപ്ഷൻസ് ഇല്ല. അതുകൊണ്ട് നമുക്ക് ഈ യോഗവിദ്യ എന്താണെന്നും കൂടെ നോക്കിക്കൊണ്ട് ഭഗവാൻ എന്താണ് യോഗവിദ്യ പറഞ്ഞു കൊടുത്തതെന്നും കൂടെ കേട്ട് ആ 25-ാം തീയതി ക്രിസ്മസ് ദിവസത്തിൻ്റെ കാര്യം കൂടെ അടുത്ത തവണ നമുക്ക് ഒന്നിച്ചു നോക്കാം. സ്ഥാപകായ ച ധർമ്മസ്യ സർവധർമ്മസ്വരൂപിണി അവതാരവരിഷ്ഠായ രാമകൃഷ്ണായ തേ നമഃ. നമസ്തേ നമസ്തേ നമസ്തേ. അങ്ങനെ ഭാഗ്യം കൊണ്ട് 11 ദിവസം വരെ ആയി. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അതെ അതെ അത് പറഞ്ഞത് അതെ മാസ്റ്റർ മഹാശയന് പറഞ്ഞു കൊടുത്തു. അതെ 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 തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അവിടെ പോയി ഇരുന്നത് അവിടെ പോയിരിക്കുകയാണ് വേണ്ടത്. ഇപ്പൊ പോയി വന്ന ആരോ പറഞ്ഞു ഇപ്പൊ മുറിയുടെ അകത്തേക്ക് കയറ്റുന്നില്ല എന്ന് പറഞ്ഞു. ആ വരാന്ത വരെ ഇരിക്കാനുള്ള അനുഭവം മുറി ക്ലോസ് ചെയ്തു. വെളിയിൽ നിന്ന് കാണാനേ പറ്റുള്ളൂ. നമുക്ക് ഭാഗ്യം നമുക്ക് അകത്തിരിക്കാൻ പറ്റി. ഇപ്പം പോയ പാലായി എന്നൊക്കെ പോയ കുറച്ച് ഡിവോട്ടീസ് വന്നപ്പോൾ പറഞ്ഞു അകത്തോട്ട് ഇപ്പം കയറ്റുന്നില്ല. കഷ്ടമാണ്. ആ മുറിക്കകത്ത് കയറാൻ പറ്റാതെ പോകുന്നത് വലിയ കാര്യം. നമുക്ക് ആ വരാന്തയിലേ നിൽക്കാൻ പറ്റുള്ളൂ. വെളിയിലത്തെ വരാന്തയിൽ നിൽക്കാം. അപ്പോൾ അത് കഷ്ടമാണ്, സങ്കടമാണത്. പറ്റിയില്ല അല്ലേ? അയ്യോ അതെ അതെ ആഹാ അയ്യോ അതെ 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 അത് വലിയൊരു കഷ്ടം. അകത്തിരിക്കുക എന്ന് പറഞ്ഞാൽ ആ മുറിയിൽ അതെ വെളിയിൽ നിന്ന് കാണാൻ പറ്റും. അതെ 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 എല്ലാ മൂലയിലും ചെന്നിരുന്നു. ഇപ്പം നമുക്കറിയില്ലല്ലോ ഇവിടെ എവിടെയാ മാസ്റ്റർ മഹാശയൻ ഇരുന്നതെന്നൊന്നും അറിയാത്തോണ്ട്, അല്ലെങ്കിൽ എവിടെയാണ് രാഘാലിരുന്നത് എന്നൊന്നും അറിയില്ല. അതുകൊണ്ട് എല്ലായിടത്തും ഇരുന്ന് ഇങ്ങനെ നിരന്ന്. അയ്യോ അയ്യോ കട്ടിലൊക്കെ ചെന്ന് തൊടാനും ഒക്കെ. ഏതേ എമ്മിന്റെ വീട്ടിൽ അത് കാണിക്കുന്നുണ്ട് അവിടെ. നേരത്തെ അനുവാദം മേടിക്കണം. ബെല്ലൂർ മഠത്തിൽ നിന്ന് അനുവാദം മേടിച്ചു പോയാൽ അതിനകത്ത് ആ മുറിയിൽ കയറിയിരിക്കാം. അവിടെ പോയായിരുന്നല്ലേ? മോളിൽ കയറി ആ മുറിയിൽ പോയിരുന്നു. അതെ 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 അവിടെ പോയിരുന്നു. ബാക്കി എല്ലായിടത്തും അകത്ത് പോകാം, അതിൻ്റെ എല്ലായിടത്തും പോകാം. ഇത് പെട്ടെന്ന് അതെ 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 അതുകൂടെ കണ്ടോണ്ടായി നമ്മളത് മനസ്സിൽ അത് കണ്ടിട്ടാ ഈ പറയുന്നത്. കൃത്യമായി നമ്മളത് കാണുന്നുണ്ടല്ലോ, മനസ്സിൽ സജീവമായി കാണാൻ പറ്റുന്നുണ്ട്. അതെ 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 ഞാനങ്ങ് പോയിക്കൊണ്ടിരിക്കുക. അവിടെ പോകും. അപ്പോൾ അതൊരു അനുഭവമാണല്ലോ അവിടെ പോവുക എന്നുള്ളത് സജീവമായിട്ട്. ഇപ്പം ഇവിടെ ദക്ഷിണേശ്വരത്തെ മണ്ണെല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ തൊട്ടുകൊണ്ടിരിക്കുമ്പോഴേ
ഏ, മണ്ണ് കുറെ കൊണ്ടുവന്നിരുന്നു അവിടുന്ന് ദക്ഷിണേശ്വരത്ത് നിന്ന്. അപ്പൊ ആ മണ്ണിൽ മാവിന്റെ ഇല അത് ഇതൊക്കെ ഇങ്ങനെ. അപ്പൊ അതൊരു വലിയ അതെ അതെ, നമുക്കത് കാണുമ്പോഴേ ഇതാണ് ഭഗവാന്റെ മാവിന്റെ ഇല ഉണങ്ങി, നല്ല ഉണങ്ങിയ ഇതായി മാറി. അത് ഈ വചനാമൃതത്തിൽ തന്നെ ഇരിക്കുക അത്. അയ്യോ, അതെ 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 തീർച്ചയായും. നാമം ജപിക്കാം, നാമം ജപിക്കാം, നാമം ജപിക്കാം. എല്ലാവർക്കും നമസ്കാരം.